എൻ്റെ കൂടെ സിസ്റ്റർ വന്നിട്ടുണ്ട്. ഇവിടെ ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു അൺബോക്സിങ് പ്ലസ് റിവ്യൂ വീഡിയോ ആണ്. അത് കുട്ടികൾക്കും വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എന്തായാലും ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവ്യൂ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ ഒരു അൺബോക്സിങ് ചെയ്യാൻ. അപ്പോൾ നമ്മളൊന്ന് തുറക്കാം. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെയാണ് ഈ കാണുന്നത്. ഈ ഒരു ബ്ലാക്കും വൈറ്റും കൂടിയിട്ടുള്ള ഈ ഒരു ബോർഡ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഓൺലൈനാണ്. ഏകദേശം ഒരു 7 ദിവസം പിടിച്ച് വരാനായിട്ട്. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ ഞാൻ വേറൊരു അമേസിങ് ബോർഡിൻ്റെ റിവ്യൂ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു ബോർഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ, ബ്ലാക്ക് ബോർഡിൻ്റെ മെറ്റീരിയൽ എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിപ്പോൾ സ്ലേറ്റ് പെൻസിലിൻ്റെ അതുകൊണ്ടാണ് എഴുതുന്നത് കേട്ടോ. സ്ലേറ്റ് പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്. സാധാ ചോക്ക് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടിയും തെളിഞ്ഞ് കാണും. കുഴപ്പമില്ല, മായ്ക്കുമ്പോൾ നന്നായിട്ട് മായണമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് അവർ കാണിക്കുന്നത് 600 സംതിങ് ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് അവർ 400, പിന്നെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അടക്കം 543 റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ആമസോണിലുണ്ടാവും, പിന്നെ പല ബ്രാൻഡിൻ്റെ ഉണ്ടാവുമായിരിക്കാം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ, ഇതുപോലെ 2 ഹുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഹുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഹാങ് ചെയ്തിട്ടിട്ട് ചെയ്യാം. കാരണം ഇങ്ങനത്തെ വൈറ്റ് ബോർഡൊക്കെ അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്, നമ്മൾ വാളിൽ ഹാങ് ചെയ്ത്. പക്ഷെ പിന്നെ വേറെ മോഡലുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് സ്റ്റാൻഡോട് കൂടിയിട്ടുള്ള മോഡലൊക്കെ ഉണ്ട്. പിന്നെ ഇതിലെഴുതി നോക്കണ സ്കെച്ചിന് തെളിച്ചില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ വൈറ്റ് ബോർഡ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ചോക്കോ മാർക്കറൊന്നും ഉണ്ടാവില്ല, വൈറ്റ് ബോർഡ് മാർക്കറൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കണം. ഈ ഒരു ബോർഡ് മാത്രം ഇതിലുള്ളൂ, ഈ ഒരു ഓർഡറിൽ ഉണ്ടാവുള്ളൂ. അയാനുവിന് വേറൊരു ബോർഡ് ഉണ്ട്, വൈറ്റ് ബോർഡ് വേറെ തന്നെയുണ്ട്. വൈറ്റ് ബോർഡ് തന്നെ ആയിട്ടുള്ളത് ഇതിൻ്റെ സർഫസ് ഇത്തിരി കൂടി സ്മൂത്ത് ആയിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വൈറ്റ് ബോർഡിൻ്റെ സർഫസ് കുറച്ച് ഹാർഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത മറ്റേ വീഡിയോയുടെ തമ്പനയിൽ, അമേസിങ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. ഇതും സ്കെച്ച് കൊണ്ട് എഴുതിയിട്ട് നനഞ്ഞ തുണി കൊണ്ട് മായ്ക്കാണ് ചെയ്യുക. ഇത് അവർക്ക് സ്കൂളിൽ നിന്ന് കൊടുത്തിരുന്നതാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോ. താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് 3 ഓപ്ഷൻസ് വരും. എല്ലാവർക്കും അറിയണ കാര്യമൊക്കെ തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതിൽ കാണുന്ന ഓൾ എന്നാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇനി എപ്പോൾ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുക. പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോസ് ഇനിയും ഉണ്ട്, പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ടൈറ്റിലിൻ്റെ റൈറ്റ് സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ ലിങ്ക് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പേജിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ അതിൽ അപ്ഡേറ്റ്സ് കാണും. അതല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഇൻബോക്സ് നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയാം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. ബ്രാൻഡിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇത് പ്രൊമോഷണൽ വീഡിയോ അല്ല. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്